ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈക്രോബയോട്ടിപ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുമാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരു ഡിഫൻസ് മെക്കാനിസം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, എന്നാൽ ചിലർക്കൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. The first one is humoral immunity. Humoral immunityയിൽ നമ്മൾ പറയുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ പറയുന്നത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ്. ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള സെല്ലെന്ന് പറയുന്നത് ബി സെൽസ് ആണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് ബി സെൽസ് ആണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രീ ആൻറ്റിജൻസ് ഉണ്ട്. ഈ ഫ്രീ ആൻറ്റിജൻസിനെ നമ്മുടെ ബി സെൽസ് വന്ന് റെക്കഗ്നൈസ് ചെയ്യും. ഈ ബി സെൽസ് പോയി പ്ലാസ്മ സെൽസിനെ ഇൻഡ്യൂസ് ചെയ്ത് അവർ ഈ ഒരു ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ എന്ത് എക്സ്റ്റേണൽ പാർട്ടിക്കിൾസും ആകാം. മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ബോഡിയിൽ ഇൻവേഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ്, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയൊക്കെ വന്നു കഴിഞ്ഞാൽ ബി സെൽസ് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു, സ്പെസിഫിക് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻറ്റിബോഡി പ്രൊട്ടക്ഷൻ വയ പ്ലാസ്മ സെൽസിൽ കൂടി ആൻറ്റിബോഡി പ്രൊട്ടക്ഷൻ നടക്കുന്നു. ഈ ആൻറ്റിബോഡീസ് പോയിട്ട് ആരെ അറ്റാക്ക് ചെയ്യും? നമ്മുടെ ആൻറ്റിജനെ അറ്റാക്ക് ചെയ്യും. അതൊക്കെ നമുക്കറിയാം. ആൻറ്റിബോഡി അതിൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിൽ ആൻറ്റിജൻസിനെ ബൈൻഡ് ചെയ്ത് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോം ചെയ്ത് ആൻറ്റിജനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ കേസിൽ നമ്മുടെ ആൻറ്റിജൻസിനെ വന്ന് മാക്രോഫേജസ് വന്ന് എൻഗൾഫ് ചെയ്യുന്നു. എൻഗൾഫ് ചെയ്തതിന് ശേഷം ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. ഫാഗോസൈറ്റോസിസിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ അമീബയുടെയൊക്കെ കേസിൽ കേട്ടിട്ടുണ്ട് ഫാഗോസൈറ്റോസിസ്. അമീബ അതിൻ്റെ സ്യൂഡോപോഡിയ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പാർട്ടിക്കിളിനെ എൻഗൾഫ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സ്. അതേപോലെ നമ്മുടെ മാക്രോഫേജസ് വന്നിട്ട്, അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് സെൽസ്, ഡെൻഡ്രൈറ്റിക് സെൽസ് ഒക്കെ വന്നിട്ട് ഈ ഒരു എക്സ്റ്റേണൽ ആൻറ്റിജനെ എൻഗൾഫ് ചെയ്യും. ദെൻ അതിനകത്തുള്ള ലൈസോസോമൽ എൻസൈംസ് വരും. ലൈസോസോമൽ എൻസൈംസും വന്നിട്ട് ഫാഗോസോംസ് ഒക്കെ ഫോം ചെയ്യും. ഈ ഒരു പാർട്ടിക്കിളിനെ ഡീഗ്രേഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയും. ശേഷം ഈ പാർട്ടിക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ആൻറ്റിജൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റിജനെ ഈ സെൽസ്, ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെല്ല് അതിൻ്റെ MHC മോളിക്യൂൾ വഴി പുറത്തേക്ക് പ്രസൻറ്റ് ചെയ്ത് വെക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിപ്പം നമ്മുടെ ആൻറ്റിജൻ ഫാഗോസൈറ്റോസിസ് കഴിഞ്ഞു. ഇങ്ങനെ ആ ഫാഗോസൈറ്റോസിസിലെ ആൻറ്റിജനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം ആ ഒരു പാർട്ടിക്കിളിനെ പുറത്തേക്ക് പ്രസൻറ്റ് ചെയ്ത് പിടിക്കും. എന്തിനാണ് ഇവർ പ്രസൻറ്റ് ചെയ്ത് പിടിക്കുന്നത്? നമ്മുടെ T സെൽസിന് വന്ന് ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുറത്തേക്ക് പ്രസൻറ്റ് ചെയ്ത് പിടിക്കുന്നത് കൊണ്ട് ഇവരെ നമ്മൾ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്നാണ് പിന്നീട് വിളിക്കുന്നത്. APC, ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്നാണ് വിളിക്കുന്നത്. ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എവിടേക്ക് ചെല്ലും? നമ്മുടെ ലിംഫിലോട്ടോ ഒക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും? T സെൽസിൻ്റെ അടുത്തെത്തും. T സെൽസിലുള്ള സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യും, ആരാണെന്ന് മനസ്സിലാക്കും. ഇനി ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിൻ്റെ പുറത്തുള്ള ആ ഒരു
റിസപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ, പുറത്തേക്ക് ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്ത് വെക്കുന്ന മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്നത് ക്ലാസ് 2 മോളിക്യൂൾ എന്നാണ്. ക്ലാസ് 2 മോളിക്യൂൾ എന്നാണ്. ക്ലാസ് 2 മോളിക്യൂള് ആരാണ് ക്ലാസ് 2 മോളിക്യൂളിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന സെൽസ്? നമ്മുടെ ടി ഹെൽപ്പർ സെൽസ് ആയിരിക്കും. സോ ഇവരിൽ വന്നിങ്ങനെ ടി ഹെൽപ്പർ സെൽസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടി ഹെൽപ്പർ സെൽസ് ആക്ടിവേറ്റഡ് ടി ഹെൽപ്പർ സെൽസ് ആയിട്ട് മാറും. അതായത് ഇവരുടെ ഈ ഒരു സ്പെസിഫിക് ആൻറ്റിജനെയാണ് ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞത് എന്ന് ടി ഹെൽപ്പർ സെൽസ് മനസ്സിലാക്കും. ഇനി നമ്മളുടെ ബി സെല്ലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. ബി സെല്ലിൻ്റെ അടുത്തേക്കും ഈ ടി ഹെൽപ്പർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോകൈൻസ് ചെന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? പ്ലാസ്മ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബി സെൽസ് അല്ലെങ്കിൽ പ്ലാസ്മ സെൽസിനെ ആൻറ്റിജൻ പ്രൊഡക്ഷന് ഇൻഡ്യൂസ് ചെയ്യുന്നത് ടി ഹെൽപ്പർ സെൽസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോകൈൻസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. അത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആയിരുന്നു. സെക്കൻഡ് കേസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് വഴി ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നതാണ്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സെല്ലിൽ നമ്മുടെ ആൻറ്റിജൻ ഇൻവേഡ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയായിരിക്കും കളയുന്നത്, കില്ല് ചെയ്യുന്നത്? അപ്പം നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടി സെൽസ് മീഡിയേറ്റ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ബി സെൽസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ടി സെൽസ് മീഡിയേറ്റ് ചെയ്യുന്നതാണ്. അതിൽ ടി ഹെൽപ്പർ സെൽസ് വഴി നടക്കുന്നതാണ് നമ്മൾ പറഞ്ഞ എന്താണ് ഫാഗോസൈറ്റോസിസ് വഴി ഡിസ്ട്രോ ചെയ്യുന്ന പ്രോസസ്സ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സൈറ്റോടോക്സിക് ടി സെൽസിനെ പറ്റിയാണ്, ടി സി സെൽസ്. സോ അപ്പം ഏതെങ്കിലും ഒരു നോർമൽ സെല്ലിൽ ഒരു എക്സ്റ്റേണൽ ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ ഈ സെൽസ് കുറച്ച് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ചില സിഗ്നൽസ് കാണിക്കും അതിൻ്റെ ആ സെൽ ബോഡിക്ക് പുറത്തേക്ക്, അല്ലെങ്കിൽ ചില കെമിക്കൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി നമ്മുടെ സൈറ്റോടോക്സിക് സെൽസ് അവിടെ എത്തും. സോ സൈറ്റോടോക്സിക് സെൽസ് വൺസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സെല്ലിലുള്ള ഗ്രാന്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിനെ കില്ല് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ ആ ഒരു സെല്ലിനെ അപ്പോപ്റ്റോസിസ് ഇൻഡ്യൂസ് ചെയ്ത് കളയും. അല്ലെങ്കിൽ കില്ലർ സെൽസിനെ പോലെ ആക്ട് ചെയ്ത് സൈറ്റോടോക്സിക് സെൽസ് ഇവരെ ഡിസ്ട്രോയ് ചെയ്ത് കളയുമായിരിക്കും ചെയ്യുന്നത്. സോ ഫൈനലി ആ ഒരു ഇൻഫെക്റ്റഡ് ആയ ആൻറ്റിജൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബാക്ടീരിയ ഒരു വൈറസ് കൊണ്ട് ഇൻഫെക്റ്റഡ് ആയ സെല്ലിനെ സെൽ ഡെത്ത് കോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വൺ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആയിരുന്നു, സെക്കൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആൻറ്റിജൻസ് ആയിരിക്കും ഇൻവോൾവ് ആകുന്നത്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരിക്കും? സെല്ലിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള എൻഡോജീനിയസ് ആൻറ്റിജൻസും ഇൻവോൾവ് ആകുന്നുണ്ട്. ദെൻ വരുവാണെങ്കിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ ബി സെൽസ് ആണ് ആ ഒരു ഇമ്മ്യൂൺ പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നതും പിന്നീട് ആൻറ്റിബോഡീസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മീഡിയേറ്റ് ചെയ്യുന്നത് ബി സെൽസ് ആണ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി മീഡിയേറ്റ് ചെയ്യുന്നത് ടി സെൽസ് ആണ്. സോ ഇവിടെ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിൻ്റെ കേസ് എടുക്കുമ്പം അവിടെ ക്ലാസ് 2 MSC മോളിക്യൂളാണുള്ളത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാസ് 2 MSC മോളിക്യൂള് ടി ഹെൽപ്പർ സെൽസിലെ CD4 റിസപ്റ്ററുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. CD4 റിസപ്റ്റർ
ടി ഹെൽപ്പർ സെൽസിൻ്റെ CD4 റിസപ്റ്ററുമായിട്ടാണ് ക്ലാസ് 2 MSC മോളിക്യൂള് ബൈൻഡ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് CD4 റിസപ്റ്ററാണ്. CD4 റിസപ്റ്ററാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇനി സൈറ്റോടോക്സിക് സെൽസും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒരു നോർമൽ സെല്ലിൻ്റെ പുറത്ത് എപ്പോഴും ഉള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് ക്ലാസ് 1 MSC മോളിക്യൂളായിരിക്കും. ഈ ക്ലാസ് 1 MSC മോളിക്യൂള് ബൈൻഡ് ചെയ്യുന്നത് എപ്പോഴും CD8 CD8 അതെന്ന് പറയുന്നത് സൈറ്റോടോക്സിക് സെൽസിൻ്റെ റിസപ്റ്റേഴ്സാണ് CD8. ഈ CD8 ക്ലാസ് 1 MSC എന്ന് പറയുന്നത് നോർമൽ സെൽസിൻ്റെ സർഫസിലുള്ള മോളിക്യൂൾസാണ്. സോ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് മൾട്ടി ചോയ്സ് വരുന്ന സമയത്ത് MCQs വരുന്ന സമയത്ത് ഒന്ന് കൺഫ്യൂസിങ് ആയിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിലും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ഒത്തിരി സാധ്യതകളുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് എക്സ്പെക്റ്റും ചെയ്യാം ഇമ്മ്യൂണോളജി ഏരിയയിൽ. സോ ഇത്രയൊക്കെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഓൾ.